സംസ്ഥാനത്ത് തന്നെ ഏറെ വിവാദമായ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയുമൊക്കെ പറഞ്ഞത് കളവെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തു വന്നു. തൻ്റെ മകൾ എക്സാലോജിക് എന്ന കമ്പനി തുടങ്ങിയത് ഭാര്യ കമലാ വിജയൻ്റെ പെൻഷൻ തുക കൊണ്ടാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതാണ്. എന്നാൽ ആ പണമല്ല എക്സാലോജിക്കിൻ്റെ മൂലധനം എന്ന് വ്യക്തമാക്കുന്ന നിർണായക വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എക്സാലോജിക് കമ്പനി നൽകിയ ബാലൻസ് ഷീറ്റിൽ കമ്പനി തുടങ്ങാൻ ഉപയോഗിച്ച പണം എത്രയാണെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ പുറത്തുവിട്ട് പരാതിക്കാരനായ ഷോൺ ജോർജ് തന്നെയാണ് ഈ വാദം പൊളിച്ചടുക്കുന്നത്. മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്നും ബാലൻസ് ഷീറ്റിൽ വിവരങ്ങളെല്ലാം കൃത്യമായി ഉണ്ടെന്നും ഷോൺ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിവരിക്കുന്നു. വീണയുടെ കമ്പനിയിലെ നിക്ഷേപം 1 ലക്ഷം രൂപ മാത്രമാണെന്ന് കമ്പനികാര്യ വകുപ്പിലെ രേഖകൾ പരിശോധിച്ചാൽ വ്യക്തമാകും. 10 രൂപ വിലയുള്ള 10,000 ഓഹരികൾ ചേർന്നതാണ് ഈ 1 ലക്ഷം. വീണ മാത്രമാണ് ഓഹരി ഉടമയെന്നും രേഖകളിൽ നിന്ന് മനസ്സിലാകും. ഇതിനൊപ്പം ദീർഘകാല വായ്പയും കമ്പനിക്കുണ്ട്. 78 ലക്ഷത്തോളമാണ് വായ്പയായി വാങ്ങിയിരിക്കുന്നത്. ഇത് വീണയിൽ നിന്നാണ് കമ്പനി വാങ്ങിയിരിക്കുന്നതെന്നും രേഖകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഈ വായ്പാ തുകയായ 78 ലക്ഷം രൂപയാണ് വീണയുടെ കമ്പനിയുടെ യഥാർത്ഥ മൂലധനം. BJP നേതാവായ PC ജോർജിൻ്റെ മകനും എക്സാലോജിക്കിനെതിരായ പരാതിക്കാരനുമായ ഷോൺ ജോർജാണ് കമ്പനികാര്യ വകുപ്പിലെ രേഖകൾ പുറത്തുവിട്ടത്. തനിക്കും കുടുംബത്തിനുമെതിരെ ഉയരുന്ന ആരോപണങ്ങൾ വ്യാജമാണെന്നും മകൾ ബിസിനസ് തുടങ്ങിയത് ഭാര്യയുടെ പെൻഷൻ തുക ഉപയോഗിച്ചാണെന്നും പിണറായി നിയമസഭയിലാണ് പറഞ്ഞത്. സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് നടന്ന അടിയന്തര പ്രമേയ ചർച്ചയിൽ പിണറായി പറഞ്ഞത് നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടിയാണെന്ന് ഇതോടെ ബോധ്യമാവുകയാണ്. ബിരിയാണി ചെമ്പടക്കം മുൻപ് പറഞ്ഞ ആരോപണങ്ങളൊന്നും ജനങ്ങൾ സ്വീകരിച്ചില്ലെന്നും അതുപോലെ തന്നെ മകൾക്കെതിരായ ആരോപണങ്ങളൊന്നും ഏശാൻ പോകുന്നില്ലെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. കൊട്ടാരം പോലുള്ള വീടുണ്ടെന്നും ഭാര്യയെക്കുറിച്ച് നടത്തിയ ആരോപണങ്ങളുമെല്ലാം തള്ളിക്കളഞ്ഞ ജനങ്ങൾ ഇപ്പോൾ മകളുടെ കമ്പനിയെക്കുറിച്ച് ഉയർത്തുന്ന പ്രചരണങ്ങൾ സ്വീകരിക്കുമോ എന്ന് കാണാമെന്ന് വെല്ലുവിളിക്കുകയും ചെയ്തു. കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ഷോൺ ജോർജ് കമ്പനികാര്യ വകുപ്പിലെ രേഖകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത് ആ വെല്ലുവിളിക്കുള്ള മറുപടിയായി തന്നെ കാണാം. നിർണായകമായ ഈ വിവരങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ അവകാശ ലംഘനത്തിന് നിയമസഭയിൽ പ്രതിപക്ഷം നോട്ടീസ് നൽകും. ഈ രേഖകൾ മുഖവിലക്കെടുത്താൽ മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് കള്ളമാണെന്ന് തെളിയുകയും ചെയ്യും. വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിക്കെതിരെ കൂടുതൽ കുരുക്കായി ഈ രേഖ മാറുകയും ചെയ്യും. CMRൽ നിന്ന് എക്സാലോജിക് 1.72 കോടി രൂപ കൈപ്പറ്റിയത് സംബന്ധിച്ച് ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കണ്ടെത്തൽ വിവാദമായിരുന്നു. ഈ തുക നൽകിയ അതേ കാലയളവിൽ തന്നെയാണ് ഈടില്ലാത്ത വായ്പയും നൽകിയത്. ഇത്രയും വലിയ തുക വായ്പയെ അനുവദിച്ചത് എക്സാലോജിക് നഷ്ടത്തിലായിരിക്കുന്ന കാലയളവിൽ തന്നെയാണെന്ന സൂചനകളുമുണ്ട്. ഒരു കമ്പനിയുടെ വാർഷിക വിറ്റുവരവിൻ്റെ 25%-ലധികവും സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് വായ്പ നൽകാറില്ല. ആ സാഹചര്യത്തിലാണ് 44 ലക്ഷം രൂപ നഷ്ടത്തിലായിരുന്ന കമ്പനിക്ക് വായ്പ അനുവദിച്ചത് എന്നും വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ വായ്പയിലെ രേഖകൾ കേസിൽ അതിനിർണായകമായി മാറും. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലെ അരുൺ പ്രസാദും സംഘവും KSIDCയിൽ നിന്നും CMRൽ നിന്നും ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വീണയ്ക്കെതിരെ കുരുക്കുകൾ മുറുകുന്നതിൻ്റെ സൂചനകളുമുണ്ട്. CMRലും എക്സാലോജിക്കും തമ്മിൽ ചട്ടവിരുദ്ധമായ സാമ്പത്തിക ഇടപാടുകൾ നടന്നതിൻ്റെ രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് SFIO വീണയ്ക്ക് ഉടൻ നോട്ടീസ് നൽകാനുള്ള സാധ്യതയിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു. ഇതോടൊപ്പമാണ് എക്സാലോജിക്കിനായി 78 ലക്ഷം രൂപ വായ്പ എടുത്തതിൻ്റെയും ആ തുകയാണ് കമ്പനിയുടെ മൂലധനം എന്നതിൻ്റെയും രേഖകൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ പ്രത്യേകം നിരീക്ഷിക്കുന്ന ഈ കേസിലെ പുതിയ വിവരങ്ങൾ CPMനും മുഖ്യമന്ത്രി പിണറായി വിജയനും കുരുക്കായി മാറുക തന്നെ ചെയ്യും. എക്സാലോജിക്കിന് തുടർച്ചയായ വർഷങ്ങളിൽ CMRലുമായി ബന്ധമുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിച്ചിരുന്നു. 2016 മുതൽ 2019 വരെ 4 വർഷങ്ങളിലായി ആകെ 77.6 ലക്ഷം രൂപയാണ് പെട്ടെന്ന് തിരിച്ചടയ്ക്കേണ്ട ഈടില്ലാത്ത വായ്പയായി എംപവർ എക്സാലോജിക്കിന് നൽകിയത്. CMRലിൻ്റെ ഉടമ ശശിധരൻ കർത്ത, ഭാര്യ ജയ കർത്ത എന്നിവർ ഡയറക്ടർമാരായ കമ്പനിയാണ് എംപവർ. 2016 25 ലക്ഷം രൂപ, 2017 37.36 ലക്ഷം രൂപ, 2018 10.36 ലക്ഷം രൂപ, 2019 4.88 ലക്ഷം രൂപയുമാണ് എക്സാലോജിക് വാങ്ങിയത്. ഈ സാഹചര്യത്തിലാണ് ഷോൺ പുറത്തുവിട്ട രേഖ നിർണായകമായി മാറുന്നത്.
കരിമണൽ കമ്പനിയായ CMRL-ലുമായി എക്സാലോജിക് നടത്തിയ ഇടപാടുകൾ അന്വേഷിക്കാൻ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഉത്തരവിട്ടതോടെയാണ് 2 വർഷത്തിലേറെയായി പുകഞ്ഞുകൊണ്ടിരുന്ന വിവാദം കൂടുതൽ കത്താൻ തുടങ്ങിയത്. വിവാദങ്ങൾ ഏറെ ചർച്ച ചെയ്യുമ്പോഴും എക്സാലോജിക് കമ്പനി എന്താണെന്നോ എന്തുകൊണ്ട് വിവാദങ്ങൾ ഉയരുന്നു എന്നോ ഉടമയായ വീണ വിജയൻ ഒരിക്കലും വിശദീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എക്സാലോജിക് കമ്പനിക്കെതിരെ ഷോൺ നടത്തുന്ന നിയമ പോരാട്ടം ഏറെ നിർണായകമാണ്. കരിമണൽ ഖനനത്തിന് സർക്കാരിൽ നിന്ന് കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ചെയ്യാത്ത ജോലിക്ക് പ്രതിഫലമെന്ന നിലയിൽ പണം നൽകിയത് എന്ന ആരോപണവും ശരിവെക്കപ്പെടുകയാണ്. CMRL-ൻ്റെ ഉടമ ശശിധരൻ കർത്ത, ഭാര്യ ജയ കർത്ത എന്നിവർ ഡയറക്ടർമാരായ കമ്പനിയായ എംപവർ വഴിവിട്ട രീതിയിൽ സാമ്പത്തിക സഹായങ്ങൾ ചെയ്തതിനെക്കുറിച്ചും കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തിയേക്കും. അങ്ങനെയെങ്കിൽ വീണ വിജയനെതിരായ അന്വേഷണത്തെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടാൻ ശ്രമിക്കുന്ന CPM-ൻ്റെ പദ്ധതികളെല്ലാം പൊളിയുമെന്ന് ഉറപ്പ്. എക്സാലോജിക്കിൻ്റെ നിക്ഷേപ കണക്കുകളിൽ കമലാ വിജയൻ്റെ പെൻഷൻ തുക കാണാനില്ല എന്നത്